ഇടുക്കി മാങ്കുളത്ത് കാട്ടാനയുടെ ആക്രമണം. മധ്യവയസ്കന് പരിക്കേറ്റു. കാപ്പിത്തോട്ടത്തിൽ വിളവെടുക്കുമ്പോൾ താളുകണ്ടംകുടി സ്വദേശി സതീശൻ PKയ്ക്കാണ് പരിക്കേറ്റത്. ആഴ്ചകളോളമായിട്ട് മാസങ്ങളോളമായി ആനക്കൂട്ടം എന്ന് പറഞ്ഞാൽ 100 ആനകൾ പല മേഖലകളിലായിട്ട് നിന്ന് ആളുകൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളോളമായി. പക്ഷേ കൃത്യമായൊരു ഇടപെടലോ അതിന് ഉൾക്കാട്ടിലേക്ക് ആനയെ ഓടിച്ചു കയറ്റാനുള്ളൊരു നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫെൻസിങ് എന്നൊക്കെ പറയുന്നത് കളങ്കടംകുടിയിലേക്കുള്ള ഫെൻസിങ് വെറുതെ കുറച്ച് കമ്പി വലിച്ചു കെട്ടിയിട്ടുള്ളതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. രാഹുൽ വിജയനാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. രാഹുൽ, അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വിവരങ്ങൾ രാഹുൽ. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാങ്കുളം മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സതീശന് കാട്ടാന ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. തോട്ടത്തിൽ കാപ്പി പറിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഒപ്പം മറ്റാളുകളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാനക്കൂട്ടം വന്ന് ആക്രമിക്കുകയും ഈ സതീശനെ തട്ടിയിടുകയും ചെയ്തത്. പിന്നീട് ഈ കാട്ടാന സതീശന്റെ കാലിൽ കയറി ചവിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ബഹളം വെച്ച് ഈ ആനകളെ തുരത്തിയതിനു ശേഷം സതീശനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.